ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSC സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്കറിയാം, കേന്ദ്രീയ വിദ്യാലയ സംഘടന, നവോദയ വിദ്യാലയ സമിതി ഇവിടങ്ങളിലേക്കുള്ള എക്സാമിനേഷൻ, അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. നോൺ ടീച്ചിങ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടീച്ചിങ് പോസ്റ്റുകൾ TGT, PGT, PRT. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസീസ് നോട്ടിഫൈ ചെയ്ത ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് December 4 നാളെയാണ്. ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും അത് അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഈ വീഡിയോ പരമാവധി എല്ലാവരുടെയും ഷെയർ ചെയ്യുക. ഈ വീഡിയോ ആദ്യം കാണുന്നവർ തീർച്ചയായിട്ടും നന്നായിട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിടുക. എല്ലാവരിലേക്കും ഇത് എത്തട്ടെ. വേറൊരു കാര്യം കൊണ്ടല്ല, അത് അറിഞ്ഞിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും അത് അറിയട്ടെ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം OBC NCL സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ട്. അത് NCL റിസർവേഷൻ കിട്ടണമെങ്കിൽ SC/ST സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWC. ഈ സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾക്ക് കയ്യിൽ വേണ്ട. December 4 മുമ്പ് ഡേറ്റിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വെച്ചിരുന്നാൽ മതി. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഡേറ്റയും നിങ്ങൾ ആഡ് ചെയ്യേണ്ട, മീൻസ് അപ്ലോഡ് ചെയ്യേണ്ട ആകെ ഡേറ്റ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ആണ്. അപ്പൊ അത് മനസ്സിലാക്കുക. പിന്നെ ആ കട്ട് ഓഫ് ഡേറ്റിന് December 4 മുമ്പുള്ള ഡേറ്റിൽ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി വെക്കുക. ഓക്കെ, ഇതാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് നിങ്ങൾ പറയാനുള്ളത്. പിന്നെ നോൺ ടീച്ചിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് തന്നിരുന്നു നോൺ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നോൺ ടീച്ചിങ്ങുമായിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നോൺ ടീച്ചിങ്ങിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ജനറലിന്റെ, അതായത് ഒരു പോസ്റ്റ്, സാധാരണ ടീച്ചിങ് പോസ്റ്റുകൾക്ക് TGT, PGT ആൻഡ് PRT. ഇതിൽ ഗേൾസിന് TGTക്ക് 45 വയസ്സ് വരെയും, PGTക്ക് 50 വയസ്സ് വരെയും, PRTക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഗേൾസിന്. അതുപോലെ തന്നെ ജെൻസ് നോർമൽ ആയിട്ടുള്ള ജനറൽ റിസർവ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35, 40, 30 ആണ്. ഇതിൽ OBC ആണെങ്കിൽ +3 ആഡ് ചെയ്യും, SC/ST ആണെങ്കിൽ 5 ആഡ് ചെയ്യും. ഇവിടെയും +3, +5, ഇവിടെയും +3, +5. OBCക്ക് 3 വർഷം റിലാക്സേഷൻ ഉണ്ട്, SC/STക്ക് 5 years റിലാക്സേഷൻ ഉണ്ട്. ഇത് ജനറൽ ആയിട്ടുള്ള ഏജ് ആണ്. അതല്ലാതെ ഗേൾസ് എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PGTയുടെ ക്വാളിഫിക്കേഷൻ കാര്യം ജസ്റ്റ് PG + B.Ed മാത്രം മതി. C.Ed നെറ്റോ ഒന്നും വേണ്ട, സെറ്റോ ഒന്നും വേണ്ട. TGTക്ക് ആണെങ്കിൽ B.Ed + C.TET 2 വേണം. PRTക്ക് ആണെങ്കിൽ DLED + C.TET 1 വേണം. ഓക്കെ, ഇതാണ് എന്റെ ബേസിക് ക്വാളിഫിക്കേഷൻസ്. അപ്പം ഇതുവരെ അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവര്, PSCയുടെ പ്രായം കഴിഞ്ഞിട്ടുള്ളവര് പരിധിച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന്, ഇന്ന് നാളെ സമയമുള്ളൂ, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ, നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. January 10, 11 തീയതികളിലാണ് ഇതിന്റെ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയുള്ള ക്ലാസ്സുകൾ വളരെ അതിമാരകമായ രീതിയിൽ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റി വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. KVSന്റെയും NBSന്റെയും ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 77 36 75 04 73 എന്ന് പറയുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ച് ചോദിക്കുകയോ ചെയ്യാം. ഓക്കെ, അഡ്മിഷൻ പറ്റിയുള്ള പ്രോസസ്സും മറ്റു കാര്യങ്ങളും പറഞ്ഞുതരും. വളരെ 90% ഓഫർ നിങ്ങൾക്ക് തരുന്നുണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി, Tier 1 ആൻഡ് Tier 2. ഓക്കെ, ഇത് കൂടാതെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അപ്ലൈ ചെയ്തിരിക്കുന്നവർ നമ്മുടെ ക്ലാസ്സിലൂടെ കേൾക്കുന്നതിന് വേണ്ടി ഒരു ക്ലാസ് മിസ്സാക്കരുത്. നിങ്ങൾ എല്ലാ ക്ലാസ്സിലും കയറുക. റെക്കോർഡ് വീഡിയോസ് എല്ലാം നമ്മുടെ ക്ലാസ് ലൈവ് പ്ലസ് റെക്കോർഡാണ്. എല്ലാ ക്ലാസ്സിലും ലൈവും റെക്കോർഡുമാണ്. റെക്കോർഡെല്ലാം അതാത് സമയത്ത് തരുന്നുണ്ട്. എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വരുന്ന ക്ലാസ്സിലുള്ള റെക്കോർഡും അതാത് സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. KVSനും NBSനും ആണ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് 77 36 75 04 73 04 73 എന്ന് പറയുന്ന നമ്പറിലേക്ക് 77 36 75 04 73 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചോ വാട്സ്ആപ്പ് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴിയോ ജോയിൻ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ അയക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുന്നതാണ്. ഓക്കെ, EMRSന്റെ ഏകലവ്യയുടെ എക്സാംസ് ഈ മാസം 14 തീയതി, 13, 14, 21 തീയതികളിലാണ് വെച്ചിരിക്കുന്നത്. അതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ KVS NBS ആപ്ലിക്കേഷൻ എങ്ങനെ അയക്കും എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാണുക. കണ്ടിട്ട് എത്രയും പെട്ടെന്ന് നോൺ ടീച്ചിങ്ങിന് അപ്ലൈ ചെയ്യുന്നവര്, നോൺ ടീച്ചിങ്ങിന്റെ പ്രായം എന്ന് പറയുന്നത് സാധാരണ നോർമൽ ആയിട്ടുള്ള പോസ്റ്റുകൾ ജൂനിയർ സെക്രട്ടറി, JSA ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ലാബ് അറ്റൻഡന്റ്, അതുപോലെ MDS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. ഓക്കെ, ഇതിന്റെയൊക്കെ JSയുടെ പ്രായപരിധി 27, ലാബ് അറ്റൻഡന്റ് 30, MDS 30 ആണ്. അതിൽ OBC ആണെങ്കിൽ +3 കിട്ടും, SC/ST ആണെങ്കിൽ +5. ഇവിടെ OBC 3 + 5, ഇവിടെ അങ്ങനെയാണ് +3 + 5. OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷവും റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ആ പോസ്റ്റുകൾ. അതിൽ JSA ആൻഡ് MDS അപ്ലൈ ചെയ്യുന്നതിന് +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ലാബ് അറ്റൻഡന്റും +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. എന്നാൽ ലാബ് അറ്റൻഡന്റ് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾ PCM ലെവലിലോ PCB എന്ന് വെച്ചാൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് പറയുന്ന സ്ട്രീമിലോ, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്ന് പറയുന്ന സ്ട്രീമിലോ നിങ്ങൾ +2 കഴിഞ്ഞിട്ടുള്ളവർക്കാണ് ലാബ് അറ്റൻഡന്റ് അപ്ലൈ ചെയ്യാവുന്നത്. ഓക്കെ,
ഇനി അതിന്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യുക, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. സമയമില്ല. ഇനി നിങ്ങൾക്ക് OBC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ സമയം കിട്ടത്തില്ലല്ലോ, നാളെ കൂടെയുള്ളൂ. അപ്പൊ നിങ്ങൾ ജനറൽ ആയിട്ട് അപ്ലൈ ചെയ്യൂ. OBC സർട്ടിഫിക്കറ്റിലേക്ക് സാരമില്ല, ജനറൽ ആയിട്ട് അപ്ലൈ ചെയ്യൂ. ഓക്കെ, ഇത് ടയർ 1ന്റെ എക്സാം ആണ് ജനുവരി 10-11 തീയതിയിൽ നടക്കുന്നത്. ടയർ 1 പാസ്സായി കഴിഞ്ഞാൽ ടയർ 2ലേക്ക് വരികയും ചെയ്യും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നാളെ കട്ട് ഓഫ് ഡേറ്റ് ആണ്. നാളെയാണ് നിങ്ങളുടെ കട്ട് ഓഫ് ഡേറ്റ്. ഓക്കെ, നാളെയാണ് 12/2025 നാളെയാണ് ഇതിന്റെ ലാസ്റ്റ് കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ നമ്പർ 7736750473 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ്. ഡെയിലി ഒരു 10 to 12 അവർ ക്ലാസ്സുകളുണ്ട്. 10 മുതൽ 12 മണിക്കൂർ വരെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ലൈവ് സെഷൻസ് അതിന്റെ റെക്കോർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 50,000-ഓളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 50,000 തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1500 മോഡൽ എക്സാംസും നമ്മൾ തന്നിട്ടുണ്ട്. ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ചാനലുകളിൽ, അതായത് ചാനലുകളിൽ, പെയ്ഡ് ചാനലുകളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. EMRS-നും ഏകവിക്കും ഇപ്പം ഈ ടൈപ്പിൽ തന്നെ ഇതിന്റെ വർക്ക്ഔട്ട് നടക്കുന്ന ക്ലാസ്സുകളാണ് പ്രധാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഫീസ് സ്ട്രക്ചറോ കാര്യങ്ങളോ അഡ്മിഷൻ എടുക്കുന്ന പ്രോസസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചറിയിക്കുക. ഓക്കെ, അപ്പം ഒരു കാരണവശാലും മിസ്സാക്കരുത്. 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PSCയുടെ പ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന ഒത്തിരി സുഹൃത്തുക്കളോ മറ്റോ ആരൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ എല്ലാവരിലേക്കും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ കൊടുക്കുക. ഇന്ന് നാളെയുമായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയാത്തവര് അപ്ലൈ ചെയ്യട്ടെ. ജോലി ഇല്ലാതിരിക്കുന്നവർ, അല്ലെങ്കിൽ ഇനി എനിക്ക് എഴുതാൻ പറ്റത്തില്ല പക്ഷെ ക്വാളിഫൈഡ് ആണ്, ഞാൻ നെറ്റും സെറ്റും PG ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് CTET ഇല്ല, KTET ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ ശ്രദ്ധിക്കുക. PGT അപ്ലൈ ചെയ്യാനായിട്ട് CTET, KTET, നെറ്റോ സെറ്റോ ഒന്നും വേണ്ട. ജസ്റ്റ് PG പ്ലസ് B.Ed 50% മാർക്ക് മാത്രം മതി. ഓക്കെ, അപ്പൊ അവരിലേക്കൊക്കെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. PRT അതായത് DLED പ്ലസ് CTET 1 ഉള്ളവർക്ക് പുതിയൊരു വാക്കൻസി അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ദാദ്ര നഗർ ഹവേലിയിലേക്ക്, യൂണിയൻ ടെറിട്ടറി ആയ ദാദ്ര നഗർ ഹവേലിയിലേക്ക് PRT വിളിച്ചിട്ടുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ വിളിച്ച് ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഇതുവരെ KVS പോലുള്ള NVS പോലുള്ള എക്സാമുകൾ എഴുതാതിരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഹിന്ദി ഒരു മാരകമാണ്. ഹിന്ദി മാരകമല്ല. ഹിന്ദിയെ പറ്റി നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാം. നിങ്ങൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാവുന്നതാണ്. ഹിന്ദിക്ക് പകരം പിന്നെ 10 ക്വസ്റ്റ്യൻ ഹിന്ദി പഠിക്കണമായിരുന്നു. ഇപ്പോൾ ഹിന്ദിക്ക് പകരം നിങ്ങൾക്ക് മലയാളം പഠിച്ചാൽ മതി. ഉള്ള എക്സാംസ് മലയാളത്തിൽ എഴുതാം. അതോടൊപ്പം തന്നെ ഹിന്ദി പഠിക്കണമായിരുന്നു മുമ്പ്. ഇപ്പോൾ ഹിന്ദി ആവശ്യമില്ല. ഹിന്ദി അറിയാവുന്നവർ മാത്രം ഹിന്ദി പഠിച്ചാൽ മതി. അല്ലാത്തവർക്ക് മലയാളം പഠിച്ചിട്ടും ഈ പരീക്ഷ എഴുതാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവരിലേക്ക് ഇത് എത്തിക്കുക, ഷെയർ ചെയ്യുക. പരമാവധി ഒരു ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. തീർച്ചയായിട്ടും ലൈക്ക്, വേറെ ഒരു റവന്യൂ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഒന്നുമല്ല. തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് എത്തണമെങ്കിൽ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻസ് ധാരാളമായിട്ട് വേണം. എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, നോട്ട് എലിജിബിൾ എന്ന് കാണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള എന്ത് സംഭവങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് അന്വേഷിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വന്ദേ മാതരം. ജയ് ഹിന്ദ്.